കോട്ടയം നഗരസഭാ പരിധിയിലെ മരങ്ങൾ അനധികൃതമായി മുറിക്കുന്നതിനെതിരെ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോട്ടയം നഗരത്തിലുണ്ടായത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം 13ഓളം മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയത് രാത്രിയുടെ മറവിൽ. എന്തായാലും ജില്ലാ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മരത്തിൽ കയറിയാണ് ഇവർ പ്രതിഷേധം ഇന്ന് രേഖപ്പെടുത്തിയത്. രണ്ടായിരത്തി 2024 ഡിസംബർ മാസം വരെ കേരളത്തിലൊരു നിയമം ഉണ്ടായിരുന്നു. ജില്ലാ ട്രീ കമ്മിറ്റികൾ കൂടിയതിന് ശേഷം മാത്രമേ 2010 VS മുഖ്യമന്ത്രിയാകുകയും ബിനോയ് വിശ്വം വനമന്ത്രിയാകുകയും ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി കേരളത്തിലാണ് അത്ര ട്രീ ആക്ട് എന്ന് പറഞ്ഞുള്ള നിയമം നടപ്പിലാക്കി. 2024 ഡിസംബർ മാസത്തിൽ അതിൽ ചെറിയൊരു ഭേദഗതി സർക്കാർ കൊണ്ടുവന്നു. ആ ഭേദഗതി പ്രകാരം സോഷ്യൽ ഫോറസ്ട്രിയുടെ അധികാരങ്ങൾ മാറുകയും പകരം അതാത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ കൂടി തീരുമാനമെടുക്കാം. എന്നാൽ അതിൽ ട്രീ കമ്മിറ്റി അംഗങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ആ കമ്മിറ്റി ആയിരിക്കണം തീരുമാനമെടുക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഈ ഓർഡർ വന്നിട്ട് 4 മാസം കഴിഞ്ഞു. ഈ ഓർഡർ വന്നിട്ട് 4 മാസം കഴിഞ്ഞതിൻ്റെ ഇടയിൽ ജില്ലാ ട്രീ കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി കൺവീനറായി 3 യോഗങ്ങൾ ചേർന്നു. ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മുഴുവൻ മരങ്ങളും പോയി നോക്കി കണ്ട് വെട്ടേണ്ടതേത് വെട്ടേണ്ടാത്തത് എന്ന് തരംതിരിച്ച് കൃത്യമായ ലിസ്റ്റ് തയ്യാറാക്കി. എന്നാൽ നഗരസഭാ സെക്രട്ടറി കോട്ടയത്തെ ഇന്നേ വരെ യോഗം വിളിച്ചു ചേർക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. 4 മാസം കഴിഞ്ഞു. ആ ഓർഡറിൻ്റെ പകർപ്പുണ്ട്. നഗരത്തിലെ ഏതൊക്കെ മരങ്ങൾ വെട്ടണം, ഏതൊക്കെ മരങ്ങൾ വെട്ടണ്ടെന്നും, ഏതൊക്കെ മരങ്ങൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റണം, അടിയന്തര പ്രാധാന്യത്തോട് വെട്ടിമാറ്റണം എന്ന് നഗരസഭയിലെ കൗൺസിലർമാരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പറഞ്ഞിട്ട് പോലും സെക്രട്ടറി ഇന്നേ വരെ കമ്മിറ്റി വിളിച്ചിട്ടില്ല. ഇത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ നിൽക്കുന്ന ഈ 13 മരങ്ങൾ കാണാതെ പോയി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്നിട്ട് ആർക്കും ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏറ്റവും പ്രമുഖമായ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരവീതിയിൽ പോലീസ് ക്ലബിലേക്ക് പോകുന്ന വഴി, പോലീസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴി ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു പോയതിനു ശേഷം പിറ്റേ ദിവസം ആരും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്രൈമുകളോ ഒന്നും എടുക്കുന്നില്ല. അപ്പം പരിസ്ഥിതി പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു പാതകം നടന്നിട്ട് ഇതിനുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചതിൽ അവർക്കാർക്കും ഇതേപ്പറ്റി ഒരു വിവരവും ഇല്ല. അപ്പം തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയതിലാണ് അറിയുന്നത് ഏതോ വിധത്തിൽ നഗരസഭയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇത് മുറിച്ചു മാറ്റിയെന്നാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ രേഖാമൂലമായ മറുപടി നഗരസഭ നൽകുവാനും തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് പിൻപിൽ ഒരു വലിയ ഗൂഢകമായ പ്രവൃത്തി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നമ്മൾ പറയാൻ കാരണം. ഇപ്പോൾ പോലും അറിയുന്നില്ല ഇത് ആരാണ് വെട്ടിമാറ്റിയത്, ആരാണ് ഇത് മരത്തിൽ ഏതെങ്കിലും വാഹനത്തിൽ കയറ്റി എവിടെയാണ് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തത് എന്നൊന്നും നഗരസഭ ഇപ്പോഴും പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൻ അഴിമതിയാണ്. അല്ലെങ്കിൽ ഇത് അഴിമതിയാണെന്ന് തെളിയിക്കപ്പെടുന്ന രേഖകൾ തൊട്ട് മുമ്പിൽ നിങ്ങൾക്കിപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത്രയും ഈ രേഖകൾ ആര് കൊണ്ടുപോയെന്ന് പറയുന്നില്ലെങ്കിൽ അത് അഴിമതിയാണ്, അത് മോഷണമാണ്, അത് അതിക്രമമാണ്. എന്താ സംശയിച്ചിരിക്കുന്നത്? അപ്പോൾ എന്നിട്ട് പോലും നിസ്സംഗരായി നിൽക്കുന്ന കുറേ മനുഷ്യരും അവരിത് അറിയുന്നില്ലെന്നുള്ളതാണ്. ഇത് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ കോട്ടയം നഗരസഭയിൽ ഇത് യാതൊരു പഠനം നടത്താതെയാണ് ആളുകൾ ഇത് വെട്ടിമാറ്റിയെന്ന് ഇവിടുത്തെ നഗരസഭാ പരിധിയിൽ ഈ വാർഡുകളിൽ അടുത്തിരിക്കുന്ന വീട്ടുകാർ പോലും അറിയുന്നില്ല. അവർ പോലും ഈ കാര്യങ്ങൾ അറിയുകയുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ആണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടാണ് ഈ സമരം ഇപ്പോൾ ഇവിടെ ആദ്യം പ്രാഥമികമായ നിലയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഈ വാർത്തകൾ വണ്ട് കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഏറ്റെടുത്തോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറ്റെടുക്കുന്ന ലെവലിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് കടന്നു വരികയുള്ളൂ.